ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഈ സൺറൈസ് വാലി എന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണെന്ന് പ്രത്യേകമായി നടത്തുന്നത്. അവിടെ മൃതദേഹങ്ങളോ കൂടുതൽ കുടുങ്ങിക്കിടപ്പുണ്ടാകാം എന്ന അടിസ്ഥാനത്തിലാണ് ആ തിരച്ചിലിൻ്റെ ഘട്ടവും പുരോഗമിക്കുന്നത്. ചൂരൽമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തും ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ സ്ഥലത്തേക്ക് നാട്ടുകാരെത്തുന്നുണ്ടോ? അവർ അവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങളോടക്കം പറയുന്നത്? എന്തൊക്കെയാണ് അവരവിടെ തിരയുന്നത്? അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ചൂരൽമല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഒന്ന് വെയിൽ വന്നിരുന്നു. ആ വെയിൽ വന്നതോടുകൂടി ഇവിടെ നിന്നും, അതായത് ഈ മേഖല വിട്ടുപോയ മനുഷ്യർ, ഈ അവശേഷിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇവിടേക്ക് കടന്നു വരുന്നു. ഇവിടെ മൊത്തത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇവിടെ അവരുടെ മുന്നിൽ കാഴ്ചകളായി കാണുന്നത്. കാരണം ഇവിടേക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ പോലും ഒരു ജയേഷ് എന്ന് പറയുന്ന സ്കൂൾ അടുത്തുള്ള ഈ ഒരു കുടുംബമുണ്ട്. തൊട്ട് സ്കൂളിന്റെ കുറച്ചപ്പം മുകളിലൂടെ പോയാൽ നമുക്ക് ആ സ്ഥലം കാണാൻ കഴിയും. അവിടെ ആ കുടുംബത്തെ നമ്മൾ ഇന്ന് രാവിലെ കണ്ടതാണ്. 2 പെൺമക്കളും ഒരു അമ്മയും അവരുടെ അച്ഛനും അമ്മയും ശേഷിക്കുന്നതാണ് ആ കുടുംബം. ആ കുടുംബത്തിലെ 10 പേരാണ്. ഒരു 2.5 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ, ഒരു ആൺകുട്ടി ഉൾപ്പെടെ 10 പേരാണ് ആ കുടുംബത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. അതിൽ 5 പേരെ കണ്ടെത്തി. കുട്ടികൾ അടക്കം അങ്ങനെ ഇനി കണ്ടെത്താനുണ്ട്. അതാണ് ഒരു അവസ്ഥ. മാത്രമല്ല ധാരാളം പേർ ഇങ്ങനെ എത്തുന്നുണ്ട്. ഇവിടെ എത്തി വീടില്ല, ഇരുന്ന ഒരു ചുവർ പോലും ബാക്കിയില്ല, അല്ലെങ്കിൽ തറ പോലും ബാക്കിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പൊതുവെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടി ആ തരത്തിലുള്ളൊരവസ്ഥയിലൂടെയാണ് ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് കടന്നു പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. പലർക്കും വിതുമ്പലടക്കാൻ പോലും കഴിയാതെ, ഒന്നുമില്ല, ഒരു ചിത്രം പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ തകർന്നു പോയ വീടുകൾ ഈ മണ്ണിനടിയിൽ, പാറക്കൂട്ടങ്ങൾക്കിടയിൽ, അതോടൊപ്പം തന്നെ ഈ വലിയ അളവിൽ കുത്തിയൊലിച്ചെത്തിയ തടിക്കഷ്ണങ്ങൾക്ക് നടുവിലൊക്കെ അവരുടെ വീടുണ്ടാകാം. വീട് എന്ന് മാത്രമല്ല, ഈ ഭൂപ്രദേശം തന്നെ ഓർമ്മയായി മാറുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും വളരെ വൈകാരികമായ അത്ര വൈകാരികമായ ഒരു അവസ്ഥയിലൂടെ മനുഷ്യർ കടന്നു പോകുന്നു. ക്യാമ്പുകളിൽ നിന്ന് പലരും ഇവിടേക്ക് വരുന്നുണ്ട്. വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ മേപ്പാടിയിലും കൽപ്പറ്റയിലും ഉൾപ്പെടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നെല്ലാം തന്നെ ആളുകൾ കുടുംബസമേതം ഇവിടേക്ക് വന്ന് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കി പോകുമ്പോൾ അവർക്കൊന്നും സങ്കടം സഹിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത സ്ഥിതിയിലൂടെയാണ് ആളുകളെല്ലാം തന്നെ കടന്നു പോകുന്നത്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ബെയിലി പാലത്തിന്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. മന്ത്രി കെ രാജനെ കാത്തു നിൽക്കുകയാണ്. മന്ത്രി കെ രാജനും AK ശശീന്ദ്രനും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവർ മടങ്ങിയെത്തുമ്പോൾ എന്താണ് ഇന്നത്തെ ഒരു ഓപ്പറേഷൻ എന്നുള്ളതിന്റെ സമഗ്ര വിവരം നമുക്ക് ലഭിക്കും. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ എത്തും. അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ മുകളിലേക്കൊന്ന്, ഇപ്പോൾ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണുള്ളത്, എങ്ങനെയായിരുന്നു എന്നുള്ളത്, ആ ദുരന്ത മേഖല പൊട്ടിയടർന്ന ആ പ്രദേശം നമുക്ക് ഇവിടെ നിന്നാൽ കൃത്യമായ രീതിയിൽ തന്നെ അത് അടയാളപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. കാരണം അത്രമാത്രം തെളിഞ്ഞിട്ടുണ്ട് ആകാശം, തെളിഞ്ഞിട്ടുണ്ട് ആ മേഖല. പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു മലനിരയാണ്. അവിടെ ഏലത്തോട്ടങ്ങളാണ് ഒരു ഭാഗത്ത് വനമാണ്. ഞാൻ ആ പ്രദേശത്ത് പോയ ആളാണ്. ഇതിന്റെ തലേ ദിവസം പ്രദേശത്ത് പോകുമ്പോൾ പോലും നേരെ ഈ വനറാണി എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റിലേക്ക് ഏലത്തോട്ടമാണ്. അവിടേക്ക് പോകുന്ന വഴിക്കുള്ള അടുത്തുള്ളൊരു പാലം. ആ പാലത്തിന്റെ മുകളിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ, അവരുടെ ആശങ്കകളെല്ലാം തന്നെ തലേ ദിവസം പങ്കുവച്ചത്. അതിന്റെ തൊട്ട് മുകളിലായാണ് ഈ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവ കേന്ദ്രം. നേരത്തെ തന്നെ മണ്ണിടിഞ്ഞ മേഖലയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിന്റെ തലേ ദിവസവും അവിടെ പുലർച്ചെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. പുഴ കലങ്ങിയാണ് ഒഴുകിയിരുന്നത്. ഇതെല്ലാം തന്നെ ആളുകൾ ആശങ്കയായി പങ്കുവയ്ക്കുന്നു. കനത്ത മഴപ്പെയ്ത്തായിരുന്നു കള്ളാടിയിലും പുത്തുമലയിലും ഉൾപ്പെടെയുള്ള ഈ ഭൂപ്രദേശത്ത് കനത്ത മഴപ്പെയ്ത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരുപക്ഷെ ഇവിടെ ഇല്ലാത്ത വിധത്തിൽ, നേരത്തെ മുമ്പില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ മഴപ്പെയ്ത്തിനാണ് സാക്ഷ്യം വെച്ചത്. അതാണ് അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി അടർന്ന് താഴേക്ക് പതിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ വലിയ ഭീകര ഗർത്തം എന്ന് വിശേഷിപ്പിക്കാം. കാരണം അത്രയും അതിന്റെ പുഞ്ചിരിമട്ടത്ത് അതിന്റെ ഈ ഉരുൾ പൊട്ടുന്നതിന് മുമ്പും പൊട്ടിയ ശേഷവും ഞാൻ അവിടെ എത്തിയ ആളാണെന്നുള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും എത്രമാത്രം ഒരു അഗാധമായ ഗർത്തമാണ് ഞാൻ നിന്ന പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. കാരണം പുഞ്ചിരിമട്ടത്തിന്റെ ഈ ഡെഡ് എൻഡ് വരെ, അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായതിന്റെ ഡെഡ് എൻഡ് വരെ ഞാൻ പോയതാണ്. അവിടെ കാണാൻ കഴിയുന്ന ഒരു ഫോറസ്റ്റ്, ഒരു ആദിവാസി ഊരുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഫോറസ്റ്റ് ഒരു ബോർഡുണ്ട്. ഫോറസ്റ്റ് സ്റ്റേഷൻ്റെതായിട്ട് ബന്ധപ്പെട്ട വനവകുപ്പിന്റെ ഒരു ബോർഡുണ്ട്. അതിനപ്പുറത്താണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്. അതിന്റെ താഴെ വലിയ അഗാധതയിൽ
അത്രയും കണ്ണെത്താ ദൂരത്തോളം കൂറ്റൻ പാറകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു 3 ആന 4 ആന വലിപ്പമുള്ള പാറകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമാണ്, വിശ്വസിക്കാൻ പോലും കഴിയില്ല. അതിന്റെ പ്രതിഫലനമാണ് നമുക്ക് താഴെ ഈ മേഖലയിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. താഴെ അത്രമാത്രം പാറകൾ വന്നടിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ തന്നെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നൊരു റീസ്റ്റോറേഷൻ പ്രക്രിയയാണ്. പക്ഷേ ഈ നാട് അതിജീവിക്കണമെങ്കിൽ ഒരുപാട് കാലം പിടിക്കും വേണു, അനുജ. അതാണ് അവസ്ഥ. കാരണം അത്രമാത്രം കാലം വരും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു നാട്, അത്രയും സുന്ദരമായ ഒരു ഭൂപ്രദേശം പൂർണ്ണമായും ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായ അവസ്ഥയാണ്. ഞാൻ ഒരുപക്ഷെ ഈ ഉരുൾപൊട്ടലിന് തൊട്ട് മുമ്പെല്ലാം തന്നെ വന്നു നിന്ന പ്രദേശമാണിത്. ഈ പാലത്തിന്റെ ഇപ്പുറം എന്നൊക്കെ പറയുമ്പോൾ ആ പാലം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തിന് തൊട്ട് ഇപ്പുറത്ത് നിന്നാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഈ ഭാഗത്തൂടെ ഒരു തേയിലത്തോട്ടം, ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയി അവിടെ ഒരു മരം വീണിരുന്നു. അതൊക്കെ ഓർമ്മകളിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു പോവുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സുന്ദരമായ ഒരു ഭൂപ്രദേശം വെറും മണ്ണടരായി മാറുന്ന ഒരു സ്ഥിതി, മണ്ണടരിൽ മനുഷ്യ മാംസം കിടക്കുന്ന ഒരു സ്ഥിതി, ആ തരത്തിലേക്ക് മാറി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രമാത്രം ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. ഈ നാട്ടുകാരെ പലരും അറിയാം. ആ അറിയുന്ന നാട്ടുകാരിൽ പലരും ഇപ്പോൾ ഇല്ല എന്നുള്ളതും ആ വാസ്തവം കൂടി ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത വിധത്തിലേക്കുള്ള വളരെ വൈകാരികമായ ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവുകയാണ് വേണു, അനുജ. ചൂരൽമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അവിടെ പല ആളുകളും ക്യാമ്പുകളിൽ നിന്നൊക്കെ തങ്ങളുടെ വീട് ഇരുന്ന ഇടത്തേക്ക് വന്ന് നോക്കുകയാണ്. ഹൃദയം പൊട്ടി അവർ നിൽക്കുന്ന കാഴ്ച, അതിനെല്ലാം സുർജിത്ത് അയ്യപ്പത്ത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. സുർജിത്തിന് ഈ മേഖല വളരെ കൃത്യമായി അറിയാവുന്നതാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്തപ്പോൾ അതെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് മുൻപുള്ള അവസരങ്ങളിലുമൊക്കെ അവിടെ നിന്നൊക്കെ നിരവധി റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ള റിപ്പോർട്ടർ എന്ന നിലയിൽ കൂടി വൈകാരികമായാണ് സുർജിത്തിനും ഈ നിമിഷത്തെ ഒക്കെ കാണുന്നത്.